ഹലോ ഡിയർ സ്റ്റുഡൻസ്, നിമെക്സ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നമ്മുടെ മൊഡ്യൂൾ 1 ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലെ ട്രെൻഡ്സ്, ജോബ്സ് ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അതായത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ വന്നിട്ടുള്ള കുറച്ച് ട്രെൻഡ്സ് ഏരിയകളുണ്ട്. അത് ഏതൊക്കെയാണെന്നും അതേപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്തിട്ട് ഡിജിറ്റൽ മാർക്കറ്റിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, വീഡിയോ മേക്കിംഗ്, ദെൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. FIUGP ഉപകാരപ്രദമാകുന്ന ഒരുപാട് വീഡിയോസുകൾ നമ്മൾ ചെയ്തു വരുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ ലൈവ് ക്ലാസ്സുകളും ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റെക്കോർഡഡ് പ്ലസ് ലൈവ് ക്ലാസ്സുകൾ നമ്മൾ കണ്ടക്ട് ചെയ്ത് വരുന്നുണ്ട്. നിങ്ങളൊരു ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആണ്, നിങ്ങൾ ഏത് സയൻസോ കൊമേഴ്സോ ഏത് സ്ട്രീമായാലും നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിന് ഒരു പേഴ്സണൽ മെൻറ്ററുടെ സഹിതം ക്രാഷ് കോഴ്സ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. അതേപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കേണ്ടത്, നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. നമ്മളെല്ലാ ഇൻഫോർമേഷൻസും ഗ്രൂപ്പ് മുഖേനയാവും അറിയിക്കുന്നുണ്ടാകുക. നമ്മൾ ഇന്ന് മൊഡ്യൂൾ 1 ബാലൻസ് ഏരിയകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെൻഡ്സ് അറിയണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു മെയിൻ ഇൻട്രൊഡക്ഷൻ നോക്കാം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഈസ് കോൺസ്റ്റൻ്റ്ലി ഇവോൾവിംഗ് ഡ്യൂ ടു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ് ആൻഡ് ചേഞ്ചിങ് കൺസ്യൂമർ ബിഹേവിയർ. നമുക്കറിയാം ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ടെക്നോളജിക്കലി വരുന്നൊരു കാര്യമാണ്. കൺസ്യൂമേഴ്സിൻ്റെ ബിഹേവിയറിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് പറ്റുന്നുണ്ട്. Then business adopt new digital marketing trends to improve customer engagement, increase sales and stay competitive. അപ്പം സെയിൽസ് കൂട്ടാനും കസ്റ്റമേഴ്സിൻ്റെ എൻഗേജ്മെൻറ്റിനൊക്കെ സഹായിക്കുന്നുണ്ട്. അപ്പം ഒരുപാട് ഈ രീതിയിലുള്ള മാർക്കറ്റിംഗ് പ്രോപ്പറായിട്ട് റൺ ചെയ്യാൻ സഹായിക്കുന്ന ഒന്നൊക്കെയാണ്. നമുക്ക് ട്രെൻഡ്സ് നോക്കുകയാണെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെൻഡ്സ്, അപ്പോൾ ആ ട്രെൻഡ്സിൻ്റെ അർത്ഥം നിങ്ങൾ പഠിച്ചു വെക്കണം. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ട്രെൻഡ്സ് എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെൻഡ്സ് ആർ ദ ലേറ്റസ്റ്റ് ഡെവലപ്മെൻറ്റ്സ്, technologies and strategies used by business to improve marketing performance and customer experience. അപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ടെക്നോളജീസുകൾ യൂസ് ചെയ്യുക, സ്ട്രാറ്റജീസ് യൂസ് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും ബിസിനസ്സിൻ്റെ മാർക്കറ്റിംഗ് പെർഫോമൻസ് അവിടെ കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരുപാട് ഫാക്ടേഴ്സ് അടങ്ങിയതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെൻഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, the latest developments and technologies and strategies used to improve the മാർക്കറ്റിംഗ് പെർഫോമൻസ്. ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്കാണത്. മാർക്കറ്റിംഗ് പെർഫോമൻസ് അവിടെ കൂട്ടാനും കസ്റ്റമേഴ്സിൻ്റെ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാനൊക്കെ സഹായിക്കുന്നുണ്ടായിരിക്കും. ഇനി എന്തൊക്കെയാണ് ഇമ്പോർട്ടൻസ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെൻഡ്സ്? ഒക്കെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെൻഡ്സിൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ ഈ ട്രെൻഡ്സ് വരുന്നത് മെയിനായിട്ട് മാർക്കറ്റിംഗ് അവിടെ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഒക്കെ ആളുകൾ പ്രോഡക്റ്റ് നല്ല രീതിയിൽ വാങ്ങാൻ വേണ്ടിയിട്ടൊക്കെയാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് നോക്കിയാൽ, ഇംപ്രൂവ് കസ്റ്റമർ എൻഗേജ്മെൻറ്റ്, കസ്റ്റമേഴ്സിൻ്റെ എൻഗേജ്മെൻറ്റ് ഇംപ്രൂവ് ആക്കുന്നുണ്ടാകും. ഒരുപാട് വ്യക്തികൾ ഇതിൽ ഇൻവോൾവ് ആയി പ്രവർത്തിക്കുന്നുണ്ടാകാം. ബ്രാൻഡ് അവയർനെസ്, ഓരോ പ്രോഡക്റ്റിൻ്റെ ബ്രാൻഡിനെ കുറിച്ചൊരു നല്ല ബ്രാൻഡ് അവയർനെസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ദെൻ കസ്റ്റമർ എക്സ്പീരിയൻസ് എൻഹാൻസ് ചെയ്യാനും മാർക്കറ്റിംഗ് എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാനൊക്കെ ഇറ്റ് ഇംപ്രൂവ്സ് മാർക്കറ്റിംഗ് എഫിഷ്യൻസി കൂട്ടാനും, ആ മാർക്കറ്റിംഗ് എഫിഷ്യൻസി കൂടുമ്പോൾ സെയിൽസിൻ്റെയും പ്രോഫിറ്റബിലിറ്റി കൂടാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ടാകും. ദെൻ ബിസിനസ് റിമൈൻ കോമ്പറ്റീറ്റീവ്, ബിസിനസ് കുറച്ചുകൂടി ഒരു കോമ്പറ്റീറ്റീവ് സ്ട്രെങ്ത്തിൽ റൺ ചെയ്യാനൊക്കെ സഹായിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, ഇത്രയാണ് ഇമ്പോർട്ടൻസ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന പോയിന്റ്. കസ്റ്റമർ എൻഗേജ്മെൻറ്റിനും ബ്രാൻഡ് അവയർനെസ് ക്രിയേറ്റ് ചെയ്യാനും കസ്റ്റമേഴ്സിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കുക, മാർക്കറ്റിൽ നല്ല എഫിഷ്യൻസി ഉണ്ടാക്കിയെടുക്കുക, ഇതിനൊക്കെയാണ് മെയിനായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെൻഡ്സുകൾ സഹായിക്കുന്നുണ്ടായിരിക്കാം. ഇനി അതിൻ്റെ ഭാഗമായിട്ട് വന്ന ഒന്ന് തന്നെയാണ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ട്രെൻഡിങ് വാക്കാണല്ലേ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങളൊക്കെ ഓൾറെഡി ഇൻസ്റ്റഗ്രാമൊക്കെ യൂസ് ചെയ്യുന്ന ആളുകളാണ്. ഇൻസ്റ്റഗ്രാം ആയാലും യൂട്യൂബ് ആയാലൊക്കെ നമ്മൾ ഓരോ ഇൻഫ്ലുവൻസേഴ്സ്, അതായത് ഇൻസ്റ്റഗ്രാമിൽ മെയിനായിട്ട് കാണാൻ അവർ ഓരോ പ്രോഡക്റ്റിൻ്റെ കൊളാബറേഷനും പ്രൊമോഷനൊക്കെ ചെയ്യുന്നത്. ആ സെയിം കോൺസെപ്റ്റ് തന്നെയാണ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ,
Influencer marketing is a digital marketing strategy in which business collaborate with social media influencers, bloggers or content creators to promote their products or services. അതായത് ബിസിനസ് കൊളാബറേറ്റ് ചെയ്യുക, കുറച്ചും കൂടി ഹൈപ്പിൽ നിൽക്കുന്ന സോഷ്യൽ മീഡിയയിൽ ഹൈ ആയി നിൽക്കുന്ന ബ്ലോഗ് ചെയ്യുന്നവർ, കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സ് അവരൊക്കെ വെച്ചിട്ട് അവരവരുടെ പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ പ്രോഡക്റ്റിൻ്റെ സെയിൽ കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് മെയിനായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ വരുന്ന ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ ടേം. ഓക്കെ, അപ്പോൾ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് സിമ്പിളാണ്. ഇനി അതിൻ്റെ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് അത് ഇൻഫ്ലുവൻസേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ ഒരാളെ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ നമ്മളൊരു ഫോളോവർ ആണെങ്കിൽ അയാളുടെ അടുത്തുള്ള ട്രസ്റ്റ് മൂലം അയാൾ യൂസ് ചെയ്ത പ്രോഡക്റ്റ് നമ്മൾ വാങ്ങി യൂസ് ചെയ്യാൻ വില്ലിങ് ആവും. അപ്പോൾ ആ ട്രസ്റ്റ് അവിടെ കൂട്ടാൻ വേണ്ടി സഹായിക്കുന്നുണ്ടാകാം. ദെൻ റീച്ച് ചെയ്യും. ആ ആളെ എത്ര പേര് ഫോളോ എങ്കിൽ ആ ആൾക്ക് എത്ര സബ്സ്ക്രിപ്ഷനും സബ്സ്ക്രൈബേഴ്സ് ഫോളോവേഴ്സ് ഉണ്ടോ ആ ഓഡിയൻസ് മൊത്തം എന്ത് ചെയ്യും, അത് കാണും. അപ്പോൾ റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതായത് അതുകൊണ്ട് അവർക്ക് ഗുണമുണ്ടെങ്കിൽ മറ്റുള്ള ആളുകളും അതവിടെ വാങ്ങി യൂസ് ചെയ്യുന്നുണ്ടാകാം. ദെൻ ഒരു ബ്രാൻഡ് ക്രെഡിബിലിറ്റി. ഓക്കെ, ഈ ഒരു ബ്രാൻഡ് വാങ്ങി നല്ല എഫക്റ്റും റിസൾട്ടും ഉണ്ടെങ്കിൽ അത് ബാക്കിയുള്ളവർ വാങ്ങാൻ വേണ്ടി തയ്യാറാകും. അതുകൊണ്ട് തന്നെ ഒരു ബ്രാൻഡ് ക്രെഡിബിലിറ്റി ഉണ്ടാക്കാൻ സഹായിക്കുന്നു. ദെൻ ക്രിയേറ്റ് ഒതൻറ്റിക് കോണ്ടൻറ്റ്. മാക്സിമം ഒതൻറ്റിക് ആയിട്ടുള്ള കോണ്ടൻറ്റ്സുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. ഇതൊക്കെ ഓൾറെഡി നമുക്ക് അറിയാവുന്ന പോയിന്റുകളാണ് ഫീച്ചേഴ്സായിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജസ്. ഇൻഫ്ലുവൻസർ മാർക്കറ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജസും സെയിം ഈ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. ബ്രാൻഡ് അവയർനെസ് കൂട്ടാൻ സഹായിക്കുന്നുണ്ടാകാം, കസ്റ്റമേഴ്സായിട്ട് ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ, ദെൻ ഹൈ ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, സെയിൽസ് കൂട്ടാനൊക്കെയാണ് നമ്മളൊരു ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് പറഞ്ഞ ടേം യൂസ് ചെയ്യുന്നതൊക്കെ. ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാടുണ്ടെങ്കിലും നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഇതേപോലെ നിങ്ങൾക്ക് മീനിങ്സുകൾ പഠിച്ചു പോയാൽ മതി. നിങ്ങളൊക്കെ വളരെ ഷോർട്ടായിട്ടും ക്വിക്കായിട്ടും നമ്മൾ ഓരോന്നിലും പറയുന്ന പോയിന്റ്സുകൾ സോ വളരെ എളുപ്പത്തിൽ നോക്കി വയ്ക്കാവുന്നതാണ്. ഈ ഡിസഡ്വാൻറ്റേജസ് ഒക്കെ എന്തൊക്കെയാണ്? ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ഹൈ കോസ്റ്റ് ഫോർ പോപ്പുലർ ഇൻഫ്ലുവൻസേഴ്സ്. അല്ല, ചില ഇൻഫ്ലുവൻസേഴ്സ് നല്ല എമൗണ്ട് ചോദിക്കും. അവരത് ചെയ്ത് കൊടുക്കണമെങ്കിൽ അത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള എമൗണ്ടുകൾ ചോദിക്കും. ദെൻ കറക്റ്റ് എക്സാക്റ്റ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് അവിടെ മെഷർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. പിന്നെ റിസ്ക് ആ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ റെപ്യൂട്ടേഷൻ എഫക്ട്, അതായത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയ എന്തെങ്കിലുമൊക്കെ വരണമെങ്കിൽ ആ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ലൈഫുമായിട്ട് അവിടെ കമ്പയർ ചെയ്ത് വരുന്നുണ്ടാവുക. അപ്പോൾ അതും ആ ഒരു ഇൻഫ്ലുവൻസർ മാർക്കറ്റിങ്ങിനെ ബാധിക്കുന്ന ഒരു ഫാക്ടറാണ്. ഓക്കെ, നമുക്കൊരു എക്സാമ്പിളായിട്ട് നോക്കാം. സ്കിൻ കെയർ ബ്രാൻഡ് പാർട്ട്നറിങ് വിത്ത് എ ബ്യൂട്ടി ഇൻഫ്ലുവൻസ് ഓൺ ഇൻസ്റ്റഗ്രാം ഓർ യൂട്യൂബ്. നമുക്കറിയാമല്ലോ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ ഒരുപാട് ബ്യൂട്ടി വ്ളോഗേഴ്സും ലൈഫ് സ്റ്റൈൽ വ്ളോഗും ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവരെയായിട്ട് കൊളാബറേറ്റ് ചെയ്യും. ഈ പ്രോഡക്റ്റ് ചെയ്ത് കാണിക്കണം എന്ന് പറഞ്ഞിട്ട് കൊളാബറേറ്റ് ചെയ്ത് പോകുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ അതാണ് ഒരു എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ ട്രെൻഡ്സിൽ വരുന്ന ഒന്നാണ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തേതാണ് ഒമിനി ചാനൽ മാർക്കറ്റിംഗ്. ഓക്കെ, ഒമിനി ചാനൽ മാർക്കറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒമിനി ചാനൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് അവിടെ നിങ്ങൾ അർത്ഥം നോക്കേണ്ടത് ഒരു ഒമിനി ചാനൽ മാർക്കറ്റിംഗ് ഒരു സ്ട്രാറ്റജിയാണ്. അത് പ്രൊവൈഡ് ചെയ്യുന്നത് കസ്റ്റമേഴ്സ് വിത്ത് എ സീംലെസ് ആൻഡ് കൺസിസ്റ്റൻറ്റ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്. ഒരു കസ്റ്റമേഴ്സിന് ഒരു വേൾഡ് വൈഡ് ആയിട്ടുള്ള ഓൺലൈനും ഓഫ്ലൈനും ഷോപ്പിംഗ് എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒന്നാണ് ഒമിനി ചാനൽ. ഓക്കെ, ഒമിനി ആ പേര് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ഒമിനി ചാനൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഒമിനി ചാനൽ മാർക്കറ്റിംഗ് ഈസ് എ സ്ട്രാറ്റജി that provides customers with seamless and consistent shopping experience across all online and offline. ഓൺലൈനും ഓഫ്ലൈനും ചാനൽസ് യൂസ് ചെയ്തുകൊണ്ട് ഒരു എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒന്നാണ് ഒമിനി ചാനൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ചാനൽസുകൾ എന്തൊക്കെയാണ് നോക്കുകയാണെങ്കിൽ വെബ്സൈറ്റ് ഉണ്ടായിരിക്കാം, മൊബൈൽ ആപ്പുകൾ ഉണ്ടായിരിക്കാം, സോഷ്യൽ മീഡിയ ഉണ്ടായിരിക്കാം, ഫിസിക്കൽ സ്റ്റോറ്, ഇമെയിൽ, വാട്സപ്പ്, കസ്റ്റമർ സപ്പോർട്ട്സ്. ഒക്കെ അതായത് ഇതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ ഡെയിലി നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ വെബ്സൈറ്റ്, മൊബൈൽ ആപ്പ്, സോഷ്യൽ മീഡിയ, ഫിസിക്കൽ സ്റ്റോർ, ഇമെയിൽ, വാട്സപ്പ് ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒന്നാണ്.
സോ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ കസ്റ്റമേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കും, നല്ലൊരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ബ്രാൻഡ് ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം, മൾട്ടിപ്പിൾ കമ്മ്യൂണിക്കേഷൻ ചാനൽ, ഒമിനി ചാനൽസിൻ്റെ ബേസിൽ മൾട്ടിപ്പിൾ കമ്മ്യൂണിക്കേഷൻ ചാനൽസുകൾ അവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, ദെൻ അതേപോലെ തന്നെ കസ്റ്റമർ സെൻറ്റേർഡ് അപ്രോച്ച്, കസ്റ്റമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാരണം അതൊരു കസ്റ്റമർ സെൻറ്റേർഡ് അപ്രോച്ച് കൂടിയാണ്. ഇനി ഒമിനി ചാനൽ ഇപ്പോൾ കസ്റ്റമർ സെൻറ്റേർഡ് ആണ്, വേൾഡ് വൈഡ് ആയിട്ട് അക്രോസ് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ഷോപ്പിംഗ് എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുന്ന നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് അതിൻ്റെ അഡ്വാൻറ്റേജസുകൾ എന്തൊക്കെയായിരിക്കാം, അതിൻ്റെ ഗുണങ്ങളായിട്ട് വരുന്നതൊക്കെ, അതിൻ്റെ ഗുണങ്ങളായിട്ട് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഫസ്റ്റ് പറയുന്നത് ബെറ്റർ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, ബെറ്റർ സാറ്റിസ്ഫാക്ഷൻ ക്രിയേറ്റ് ചെയ്യാനും ദെൻ ഹയർ കസ്റ്റമർ ലോയാലിറ്റി, നല്ല കസ്റ്റമർ ലോയാലിറ്റി ഉണ്ടാക്കിയെടുക്കാനും സെയിൽസ് കൂട്ടാനും ബെറ്റർ ബ്രാൻഡ് എക്സ്പീരിയൻസിനൊക്കെയാണ് മെയിനായിട്ട് ഒമിനി ചാനൽ മാർക്കറ്റിംഗ്. ഒക്കെ അപ്പോൾ പേരിലുള്ള പോലെ തന്നെ ബ്രാൻഡ് അവയർനെസ് കൂട്ടാനും അത് വെച്ചിട്ട് ആളുകൾ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനും കസ്റ്റമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷൻ മാക്സിമം അവിടെ കൂട്ടാനും ലോയാലിറ്റി ക്രിയേറ്റ് ചെയ്യാനൊക്കെ ഒമിനി ചാനൽ സഹായിക്കുന്നുണ്ട്. എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഒമിനി ചാനലിൻ്റെ എക്സാമ്പിളായിട്ട് എ കസ്റ്റമർ വ്യൂസ് എ പ്രോഡക്റ്റ് ഓൺ ഇൻസ്റ്റഗ്രാം, പർച്ചേസ് ഇറ്റ് ത്രൂ കമ്പനീസ് വെബ്സൈറ്റ്സ് ആൻഡ് കളക്ട് ഇറ്റ് ഫ്രം ദ ഫിസിക്കൽ സ്റ്റോർ. അതായത് അവിടെ എല്ലാം വരുന്നുണ്ട്. ആ വെബ്സൈറ്റിൽ കണ്ടു അല്ലെങ്കിൽ കമ്പനി ഓൺലൈൻ ഇൻസ്റ്റഗ്രാമിലെ പ്രോഡക്റ്റിൻ്റെ ഒരു വ്യൂ കണ്ടു, അത് എന്ത് ചെയ്തു വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാം, അതേപോലെ തന്നെ ഫിസിക്കൽ സ്റ്റോറിൽ പോയിട്ട് കളക്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ 3 രീതിയിലാണ് അവിടെ എന്ത് വരുന്നത്, ഒമിനി ചാനലിൻ്റെ പ്രവർത്തനങ്ങളുടെ എക്സാമ്പിളായിട്ട് വരുന്നത്. അപ്പോൾ അക്രോസ് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒരു വൈഡ് വെറൈറ്റി ഓഫ് ദി ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ആണ് അവരവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കേണ്ട ഒരു ഏരിയയാണ് ജോബ്സ് ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമാണ്. അതായത് നമുക്കറിയാം ഒരുപാട് കുട്ടികൾ ഇന്നത്തെ കാലത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പോലുള്ളൊരു ഓപ്ഷൻ, ഒരു കോഴ്സ് സെലക്ട് ചെയ്ത് പഠിക്കുന്നില്ല. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പറഞ്ഞാൽ വളരെ അധികം വൈഡ് ആയിട്ടുള്ള സ്കോപ്പാണ്. നിങ്ങളിപ്പോൾ ആഫ്റ്റർ BBA ഓർ BCom നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പോലുള്ള കോഴ്സ് എടുത്താൽ വളരെയധികം ഗുണങ്ങളുണ്ട്. ഓക്കെ, അപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ജോബ് നമുക്ക് എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കാം. ഓക്കെ, അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരുപാട് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ ഫസ്റ്റ് വണ്ണാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. സോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് മീൻസ് പ്ലാൻസ് ആൻഡ് മാനേജ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ്. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ക്യാമ്പയിൻസുകൾ, അതിൻ്റെ പ്ലാൻസുകളൊക്കെ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് ആളുകളിലേക്ക് എത്തിക്കുക, അതെന്താണെന്ന് അവർക്കൊരു അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. രണ്ടാമത്തേതാണ് SEO സ്പെഷ്യലിസ്റ്റ്. ഒക്കെ SEO എന്ന് പറഞ്ഞാൽ വെബ്സൈറ്റ്, അതായത് സെർച്ച് എൻജിൻസിൽ നമ്മളുടെ വെബ്സൈറ്റിൻ്റെ ഫങ്ഷനിങ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് SEO അനലിസ്റ്റുകൾ പ്രവർത്തിക്കുന്നത്. then അത് കഴിഞ്ഞിട്ട് മൂന്നാമത് വരുന്നതാണ് സോഷ്യൽ മീഡിയ മാനേജർ. ഓക്കെ, അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചു കഴിഞ്ഞ് ഇറങ്ങിയാൽ നിങ്ങൾക്ക് ഈ ജോബിനൊക്കെ പോകാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ മൂന്നാമത്തേതാണ് സോഷ്യൽ മീഡിയ മാനേജർ. സോഷ്യൽ മീഡിയ മാനേജർ എന്ന് പറഞ്ഞാൽ അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസുകളൊക്കെ തന്നെ മാനേജ് ചെയ്യുന്നവരാണ് സോഷ്യൽ മീഡിയ മാനേജർ എന്ന് പറയുന്നത്. ദെൻ ഫോർത്ത് വണ്ണാണ് കോണ്ടൻറ്റ് റൈറ്റർ. ഓക്കെ, അല്ലെങ്കിൽ കണ്ടൻറ്റ് റൈറ്റർ എന്ന് പറയും. അതായത് ബ്ലോഗ്സ്, ആർട്ടിക്കിൾസ് അങ്ങനെയൊക്കെ അതിനെക്കുറിച്ചിട്ട് എഴുതിയിടുന്ന ആളുകളാണ് കണ്ടൻറ്റ് റൈറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി റൈറ്റേഴ്സ് കൂടാതെ കണ്ടൻറ്റ് മാർക്കറ്റിംഗ് മാനേജേഴ്സ് ഉണ്ട്. ഓക്കെ, കണ്ടൻറ്റ് മാർക്കറ്റിംഗ് മാനേജേഴ്സ് എന്ന് പറഞ്ഞാൽ ആ കണ്ടൻറ്റ് ഡെവലപ്പ് ചെയ്യുക, അത് മാനേജ് ചെയ്യുക, അവരാണ് കണ്ടൻറ്റ് മാർക്കറ്റിംഗ് മാനേജേഴ്സ് എന്ന് പറയുന്നത്. ദെൻ ആറാമത് വരുന്നവരാണ് ഇമെയിൽ മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ്. ഇമെയിൽ മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇമെയിൽ ഡിസൈൻ ചെയ്യുക, അതിൻ്റെ ക്യാമ്പയിൻസുകൾ മാനേജ് ചെയ്യുന്നവരാണ് ഇമെയിൽ മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി അത് കൂടാതെ അടുത്ത് വരുന്ന ഒരു കരിയർ ഓപ്പർച്യൂണിറ്റിയാണ് PPC എന്ന് പറഞ്ഞാൽ പേപ്പർ ക്ലിക്ക് സ്പെഷ്യലിസ്റ്റ്. ഒക്കെ, പേപ്പർ ക്ലിക്ക് സ്പെഷ്യലിസ്റ്റ്, അതായത് ഓൺലൈൻ അഡ്വർടൈസിങ് ക്യാമ്പയിൻസുകൾ ഉണ്ടാവില്ലേ, ആ ഓൺലൈൻ അഡ്വർടൈസിങ് ക്യാമ്പയിൻസുകൾ മാനേജ് ചെയ്യുന്നതാണ് PPC, പേ പെർ ക്ലിക്ക്. ഓക്കെ, പേ ചെയ്യുക പെർ ക്ലിക്ക്, ഓരോ ക്ലിക്കിന് പേ വാങ്ങുന്നവർ. ഇപ്പോൾ നമ്മൾ ഈ റീൽസൊക്കെ ഉണ്ടാക്കിയിട്ട് എഡിറ്റ് ചെയ്യുന്നവർക്കൊക്കെ വളരെയധികം നല്ല ഒരു എമൗണ്ട് കിട്ടും. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ജോബിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒന്നാണ് പേ പെർ ക്ലിക്ക് സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്നത്.
ദെൻ അടുത്തത് 8ാമത് വരുന്നതാണ് വെബ് അനലിസ്റ്റ്. വെബ് അനലിസ്റ്റ് എന്ന് പറഞ്ഞാൽ വെബ്സൈറ്റ് കാര്യങ്ങൾ മാനേജ് ചെയ്യുക, അതിൻ്റെ എന്തെങ്കിലും പ്രോബ്ലംസോ എറേഴ്സോ വന്നാൽ അതിനെ അനലൈസ് ചെയ്യുന്നവരാണ് വെബ് അനലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദെൻ നെക്സ്റ്റ് 9ാമത്തെ വരുന്ന ജോബ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ നെക്സ്റ്റ് നോക്കേണ്ട ഒരു ഏരിയയാണ് ഇ-കൊമേഴ്സ് മാനേജർ. ഇ-കൊമേഴ്സ് മാനേജർ എന്ന് പറഞ്ഞാൽ ഓൺലൈൻ സ്റ്റോറും ഡിജിറ്റൽ സെയിൽസിനൊക്കെ മാനേജ് ചെയ്യുക, സെയിലിനെ പ്രോപ്പറായിട്ട് റൺ ചെയ്ത് കൊണ്ടുപോകുന്നവരാണ് ഇ-കൊമേഴ്സ് മാനേജർ എന്ന് പറയുന്നത്. ഒക്കെ ഇലക്ട്രോണിക് കൊമേഴ്സ്, അതായത് ഓൺലൈൻ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ് ഇ-കൊമേഴ്സ്. സോ ഇ-കൊമേഴ്സ് മാനേജർ പറഞ്ഞാൽ സ്റ്റോർ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ഡിജിറ്റലി എന്ത് ചെയ്യുക, അത് മാനേജ് ചെയ്ത് പോകുന്നവർ. ദെൻ അടുത്തത് ലാസ്റ്റ് വരുന്ന 10ാമത്തെ കരിയർ ഓപ്പർച്യൂണിറ്റി. ഓക്കെ, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ 10ാമത്തെ കരിയർ ഓപ്പർച്യൂണിറ്റീസിൽ വരുന്ന ഒന്നാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൺസൾട്ടൻ്റ് എന്ന് പറയുന്നത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൺസൾട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്, ബിസിനസ് സൊല്യൂഷൻസ് അതിനെക്കുറിച്ചിട്ട് ആളുകളിലേക്ക് പ്രോപ്പറായിട്ടുള്ള നോളജ് കൊടുക്കുന്നവരാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൺസൾട്ടൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയും 10 പ്രൊഫഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞൊരു കോഴ്സ് പഠിച്ചാൽ ഇത്രയും 10 ജോബ് റോളുകൾ നമുക്ക് അവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ ദാറ്റ് ഈസ് ജോബ് ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഇറ്റ് ഓഫേഴ്സ് numerous career opportunities such as digital marketing executive, SEO specialist, social media manager, content writer, content marketing manager, email marketing specialist, paper specialist, etc. അപ്പോൾ അങ്ങനെ പല രീതിക്ക് നമുക്ക് അവിടെ പോകാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഇത്രയും ഏരിയ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത പഠിക്കേണ്ട നെക്സ്റ്റ് ഏരിയ. ഓക്കെ, ഇതൊക്കെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ വന്നിട്ടുള്ള മോഡേൺ ട്രെൻഡ്സുകളാണ്. ഓക്കെ, അപ്പോൾ ഒരു എസ്സേ 10 മാർക്കിന് ചോദിച്ചാൽ ഈ ഒരു ട്രെൻഡ്സ് വേണം നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പഠിക്കേണ്ടതാണ് AI ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അതായത് AI മീൻസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഓക്കെ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഇമ്പോർട്ടൻസ് AI വെച്ചിട്ട് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കണം. സോ ദാറ്റ് ഈസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ മീനിങ് നോക്കുകയാണെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റെഫേഴ്സ് ടു ദ യൂസ് ഓഫ് ഇൻ്റലിജൻറ്റ് കമ്പ്യൂട്ടർ സിസ്റ്റംസ് ടു ഓട്ടോമേറ്റ്, അനലൈസ് ആൻഡ് ഇംപ്രൂവ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ്. അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ AI ദാറ്റ് മീൻസ് ഇൻ്റലിജൻറ്റ് കമ്പ്യൂട്ടർ സിസ്റ്റംസ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ഒരുപാട് മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് വർക്കുകൾ വിത്തിൻ എ ക്ലിക്കിൽ നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റംസ് അവിടെ ചെയ്തു പോകും. അതൊക്കെ തന്നെ ഈ ഒരു AI ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇൻ്റലിജൻറ്റ് കമ്പ്യൂട്ടർ സിസ്റ്റംസ് യൂസ് ചെയ്തിട്ട് ഇംപ്രൂവിങ് ദി ബിസിനസ് ആക്ടിവിറ്റീസ് ഓഫ് ദി ഓർഗനൈസേഷൻ, ദാറ്റ് ഈസ് AI ഇൻ ബിസിനസ്. അതാണ് AI ഇൻ ബിസിനസ് എന്ന് പറയുന്നത്. സോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് മാർക്കറ്റിംഗ് പ്രോസസ്സിൽ ഡിജിറ്റലി AI അവിടെ ബ്ലിങ്ക് ചെയ്ത് കൊണ്ടുപോവുക. ദാറ്റ് ഈസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. സോ നമുക്ക് അതിൻ്റെ ആപ്ലിക്കേഷൻസ് നോക്കാം. വാട്ട് ആർ ദ ഇമ്പോർട്ടൻ്റ് ആപ്ലിക്കേഷൻസ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്? കസ്റ്റമർ സെഗ്മെൻറ്റേഷൻ, പ്രോഡക്റ്റ് റെക്കമെൻഡേഷൻസ്, ചാറ്റ് ബോട്ട്സ്, പേഴ്സണലൈസ്ഡ് അഡ്വർടൈസിംഗ്, predictive analytics, email automation and voice search optimization. ഓക്കെ, സോ ഈ പോയിൻറ്റ്സുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെയിനായിട്ട് നമ്മൾ AI യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസുകളാണ് ഈ പറയുന്നത്. ഓക്കെ, ചാറ്റ് ബോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ നിന്ന് പ്രോഡക്റ്റ്സ് ഒക്കെ വാങ്ങുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഒക്കെ വരികയാണെങ്കിൽ അവിടെ ഒരു ചിഹ്നം കാണാം, വാട്സപ്പിൻ്റെ ഒരു ചാറ്റ് ബോട്ട് സിസ്റ്റം കാണാം. ഓക്കെ, സോ അതിൽ നമുക്ക് ക്ലിക്ക് ചെയ്താൽ നമുക്ക് പേഴ്സണലി നമുക്ക് ആ ഒരു ചാറ്റ് ബോട്ട് മുഖേന അവിടെ ചാറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ പേഴ്സണലൈസ്ഡ് അഡ്വർടൈസിങ്ങുകളുണ്ട്. ഓക്കെ, പ്രോഡക്റ്റ് റെക്കമെൻഡേഷൻസ്. ഇപ്പം നിങ്ങൾ വല്ല എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഫ്ലിപ്കാർട്ടിലോ മിന്ത്രയിലൊക്കെ പോയിട്ട് എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ പിന്നെ നമുക്ക് വരുന്നത് ഫുൾ ആ ഒരു പ്രോഡക്റ്റിൻ്റെ അഡ്വർടൈസ്മെൻറ്റുകളായിരിക്കും അല്ലേ. അപ്പോൾ ആ പ്രോഡക്റ്റ് ആ ആളുകളെ കൊണ്ട് അൾട്ടിമേറ്റ്ലി വാങ്ങിപ്പിക്കുന്നതും ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ സ്കില്ലാണ് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് പ്രോഡക്റ്റ് റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പോയിൻറ്റ്സുകൾ നിങ്ങൾ നോക്കി വെക്കണം. ഇനി നമുക്ക് അഡ്വാൻറ്റേജസ്. AI ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് അഡ്വാൻറ്റേജസുകളുണ്ട്. എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് എന്ന് പറയുകയാണെങ്കിൽ ഫാസ്റ്റർ ഡിസിഷൻ മേക്കിംഗ് അല്ലേ.
നമുക്ക് മനുഷ്യൻ ചിന്തിച്ച് ആലോചിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ വിത്തിൻ ജസ്റ്റ് സെക്കൻഡിലാണ് AI വെച്ചിട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഡിസിഷൻ മേക്കിങ്ങിന് ഫാസ്റ്ററായിട്ട് ഡിസിഷൻ മേക്കിങ്ങിന് സഹായിക്കുന്നുണ്ട്. ദെൻ ബെറ്റർ കസ്റ്റമർ എക്സ്പീരിയൻസ്, നല്ലൊരു കസ്റ്റമർ എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ പേഴ്സണലൈസ്ഡ് മാർക്കറ്റിംഗ്, ഓക്കെ, പേഴ്സണലൈസ്ഡ് മാർക്കറ്റിങ്ങിന് സഹായിക്കുന്നുണ്ട്. അപ്പോൾ പേഴ്സണലൈസ്ഡ് മാർക്കറ്റിങ്ങിനൊക്കെ എക്സാമ്പിളാണ് നമുക്ക് സൈലം എന്നൊക്കെ പറയുന്നത് അല്ലേ. നമ്മുടെ സ്വന്തം ബ്രാൻഡ് വെച്ചിട്ടാണ് മാർക്കറ്റ് ചെയ്തൊരു പേഴ്സണലൈസ്ഡ് മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമാണ്. പിന്നെ പ്രോഡക്റ്റിവിറ്റി ഇംപ്രൂവ് ആക്കാൻ സഹായിക്കുന്നുണ്ട്. സോ ഇറ്റ് ഇൻക്രീസ് ദി പ്രോഡക്റ്റിവിറ്റി. ദെൻ റെഡ്യൂസ്ഡ് മാർക്കറ്റിംഗ് കോസ്റ്റ് അവിടെ മാക്സിമം കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന അഡ്വാൻറ്റേജസ്. ഇനി നമ്മൾ ലിമിറ്റേഷൻസ് നോക്കുകയാണെങ്കിൽ, ഓക്കെ, സോ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ലിമിറ്റേഷൻസ്. അപ്പോൾ ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞാൽ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനല്ലേ, നമുക്കറിയാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലുള്ള സിസ്റ്റംസുകളും സോഫ്റ്റ്വെയർസും കമ്പ്യൂട്ടർ സിസ്റ്റംസൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ നമുക്ക് ഹ്യൂജ് കോസ്റ്റ് ആവശ്യമാണ്. സോ ഇത് ഇംപ്ലിമെൻറ്റേഷൻ കോസ്റ്റ് ഇസ് വെരി ഹൈ ആൻഡ് ദർ ഈസ് എ മോർ പ്രോബ്ലം ഇൻ ഡാറ്റ പ്രൈവസി കൺസേൺസ് അല്ലേ. നമ്മുടെ ഡാറ്റാസ് മേ ബി ചോർന്ന് പോകാനൊക്കെ ഒരുപാട് നമുക്കൊരു സെക്യൂരിറ്റി അവിടെ എൻഷുർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. പിന്നെ സ്കില്ലഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസിനെയൊക്കെ നമുക്ക് ഈ ഒരു ഇതിലോട്ട് ആവശ്യമായിട്ട് വരും. ഓക്കെ, അപ്പോൾ അതാണ് മെയിനായിട്ട് പറയുന്ന ലിമിറ്റേഷൻസ് എന്ന് പറയുന്നതൊക്കെ. AI നമ്മൾ ഈ ഒരു ഇതിലേക്ക് കൊണ്ടുവരുമ്പം വരുന്ന മെയിൻ ലിമിറ്റേഷൻസും അതാണ് പറയുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇത്രയും ഏരിയാസുകൾ ഞാൻ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. കാരണം വളരെ എളുപ്പമാണ്. ഇനി നമുക്ക് അടുത്ത പഠിക്കേണ്ട ഒരു ടേമാണ് വീഡിയോ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം വീഡിയോ മാർക്കറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വീഡിയോ മാർക്കറ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ വീഡിയോസ് ചെയ്തുകൊണ്ടിട്ട് പ്രോഡക്റ്റിൻ്റെ സെയിൽസും പ്രൊമോഷനും ഒക്കെ കൂട്ടുന്നതാണ് വീഡിയോ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിൻ്റെ ടൈപ്സ് ഒക്കെ, വീഡിയോ മാർക്കറ്റിങ്ങിന് ഡിഫറെൻറ്റ് ടൈപ്സുകളുണ്ട്. ആ ടൈപ്സുകൾ നമുക്കൊന്ന് മെയിനായിട്ട് ഡിസ്കസ് ചെയ്ത് പോവാം. ഫസ്റ്റ് പറയുന്നത് പ്രോഡക്റ്റ് ഡെമോൺസ്ട്രേഷൻസ്, ട്യൂട്ടോറിയൽസ്, കസ്റ്റമർ ടെസ്റ്റിമോണൽസ്, ലൈവ് സ്ട്രീമിംഗ്, ബ്രാൻഡ് സ്റ്റോറീസ് ആൻഡ് എഡ്യൂക്കേഷണൽ വീഡിയോസ്. ഓക്കെ, അപ്പോൾ ഇത്രയും ടേംസുകൾ നമ്മൾ വീഡിയോ കോണ്ടൻറ്റിൻ്റെ ടൈപ്സ് ആയിട്ട് നമുക്ക് പറയാം. അടുത്തത് നമുക്കതിൻ്റെ അഡ്വാൻറ്റേജസുകൾ ഏതൊക്കെയാണ്, നമുക്കതിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കണം. ഹയർ കസ്റ്റമർ എൻഗേജ്മെൻറ്റിന് സഹായിക്കുന്നുണ്ട്. പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് ബെറ്ററായിട്ട് മനസ്സിലാക്കാൻ സഹായിക്കും. ദെൻ ഇൻക്രീസ് വെബ്സൈറ്റ് ട്രാഫിക്, ഹൈ കോൺവെർസേഷൻ റേറ്റ്. ഓക്കെ, ഇതാണ് അഡ്വാൻറ്റേജസുകളായിട്ട് പറയുന്നത്. ഇനി അടുത്തത് ലോങ് ഫോം കോണ്ടൻറ്റ്. ഓക്കെ, ലോങ് ഫോം കോണ്ടൻറ്റ് ഒക്കെ പേര് കേൾക്കുമ്പോൾ ഡൗട്ട് വരും. പക്ഷേ ലോങ് ഫോം കോണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഡിജിറ്റൽ കോണ്ടൻറ്റ് ആണ്. മാക്സിമം എക്സീഡ് ചെയ്യാൻ പറ്റുന്നത് 1000 വേർഡ്സ് ആണ്. ആളുകൾക്ക് കുറച്ച് എഡ്യൂക്കേഷൻ അവയർനെസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഈ ഒരു ലോങ് ഫോമിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. നമുക്കതിൻ്റെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ബ്ലോഗ് ആർട്ടിക്കിൾസിന് അല്ലെ, നമ്മൾ ഓൾറെഡി ബ്ലോഗ് വായിക്കുന്നതിന് ബ്ലോഗ് ആർട്ടിക്കിൾസ്, ബുക്സ്, കേസ് സ്റ്റഡീസൊക്കെ മെയിനായിട്ട് ഇതിന് വരുന്ന എക്സാമ്പിളുകളായിട്ടാണ് വരുന്നത്. ഓക്കെ, അതിൻ്റെ അഡ്വാൻറ്റേജ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. വളരെ എളുപ്പമാണ് ഈ ഓരോ ഏരിയാസും എന്ന് പറയുന്നത്. സോ നിങ്ങൾ പ്രോപ്പറായിട്ട് നോക്കി വയ്ക്കുക. നമുക്കിനി അടുത്ത പോർഷൻസ് നെക്സ്റ്റ് ക്ലാസ്സുകളിലായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്.